ഇനി മലപ്പുറം പെരുമയിലേക്ക്. ഈജിപ്തിലെ അൽ അസറും പൊന്നാനി മഖ്ദൂമുമാരും തീർത്ത വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ തുടർച്ച സാധ്യമാക്കിയ മതഭൌതിക വിദ്യാഭ്യാസ സ്ഥാപനം. 7000-ലധികം മതപണ്ഡിതരെ വാർത്തെടുത്ത കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാം മതപഠന ബിരുദദാന കലാലയം. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ്. ദക്ഷിണേന്ത്യയിലെ പ്രമുഖവും പുരാതനവുമായ മുസ്ലിം മതവിദ്യാഭ്യാസ സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ്. 7000-ഓളം ഫൈസിമാരെ വാർത്തെടുത്ത കോളേജ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. പെരിന്തൽമണ്ണക്കടുത്തുള്ള പട്ടിക്കാടിലെ ഫൈസാബാദ് ആണ് ജാമിയയുടെ ആസ്ഥാനം. ജാമിയയിൽ നിന്നും മൌലവി ഫാസിൽ ഫൈസി അഥവാ MFF ബിരുദം നേടിയ പണ്ഡിത വ്യൂഹം ഇന്ന് കേരളത്തിനകത്തും പുറത്തുമായി ദീനി സേവനം അനുഷ്ഠിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാം മത ബിരുദദാന കലാലയമായിട്ടാണ് ജാമിയ നൂരിയ അറിയപ്പെടുന്നത്. പ്രമുഖ മുസ്ലിം നവോത്ഥാന നായകനായിരുന്ന പാണക്കാട് സയ്യിദ് PMSA പൂക്കോയ തങ്ങളാണ് ജാമിയ നൂരിയയുടെ പുരോഗതിക്ക് നേതൃത്വം വഹിച്ചത്. ബാപ്പു ഹാജി എന്ന സമ്പന്നനും ഉദാരമതിയുമായ വ്യക്തിയാണ് സ്ഥാപനം തുടങ്ങുന്നതിനാവശ്യമായ 250 ഏക്കർ ഭൂമിയും പണവും നൽകി ജാമിയ യാഥാർത്ഥ്യമാക്കിയത്. ജാമിയയുടെ നിലവിലെ പ്രിൻസിപ്പളായ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടബ്, ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, സിദ്ദീഖ് ഫൈസി വാളക്കുളം, നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയ പ്രമുഖർ ഈ സ്ഥാപനത്തിലെ ഫൈസി ബിരുദധാരികളാണ്. സുന്നി സംഘടനയിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് ഇരു വിഭാഗങ്ങളിലും ജാമിയ നൂരിയയുടെ പണ്ഡിതരാണ് നേതൃസ്ഥാനങ്ങളിലുള്ളത്. നിലവിൽ EK വിഭാഗം സുന്നിയുടെ നിയന്ത്രണത്തിലാണ് ജാമിയ നൂരിയ. വർഷാവർഷം നടത്തുന്ന വാർഷിക സന്നദ്ധാന സമ്മേളനത്തിലൂടെയാണ് പാണ്ഡിത്യത്തിന്റെ പൂർണ്ണത കൈവരിച്ച അനേകം ഫൈസികളെ ബിരുദം നൽകി ആചരിക്കുന്നത്. ജാമിയ നൂരിയയിലെ സന്നദ്ധാന സമ്മേളനം ചരിത്ര നിമിഷങ്ങളായി മാറുകയാണ്. 50-ലധികം ജൂനിയർ കോളേജുകളാണ് ജാമിയ നൂരിയയ്ക്ക് കീഴിലുള്ളത്. കേരളം, കർണാടക, തമിഴ്നാട്, ആൻഡമാൻ എന്നിവിടങ്ങളിലാണ് കോളേജുകളിലുള്ളത്. 5.5 പതിറ്റാണ്ട് പിന്നിട്ട ജാമിയയ്ക്ക് മതവിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലേക്ക് ഒട്ടേറെ അത്യുന്നത വ്യക്തിത്വങ്ങളെ സമർപ്പിക്കാൻ സാധിച്ചു. മുക്തസർ കോഴ്സുകളിലേക്ക് പ്രവേശനം നൽകപ്പെടുന്ന ഇവിടെ അനിവാര്യമായ ഭൗതിക വിഷയങ്ങളും അഭ്യസിക്കപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ നാനോന്മുഖ അഭിവൃദ്ധിക്കായി സ്ഥാപിക്കപ്പെട്ടതാണ് നൂറുൽ ഉലമ എന്ന വിദ്യാർത്ഥി സമാജം. വർഷം തോറും 300-ഓളം പണ്ഡിതരെ ജാമിയ പൊതുസമൂഹത്തിന് സമർപ്പിക്കുന്നു. സമന്വയ വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള ജാമിയയുടെ കാൽവെപ്പാണ് ജാമിയയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 50-ൽ പരം ജൂനിയർ കോളേജുകൾക്ക് ജന്മം നൽകിയത്. മതവിദ്യാഭ്യാസത്തിൽ മുക്തസറും ഭൌതികമായി ഡിഗ്രിയും പൂർത്തിയാക്കുന്ന ജൂനിയർ കോളേജ് വിദ്യാർത്ഥികൾ ജാമിയയിലൂടെ മുത്തവ്വലും MAയും നേടിയെടുക്കുന്നു. പള്ളി ദർസുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി മുത്തവ്വലിന് നേരിട്ട് ജാമിയയിലേക്ക് അഡ്മിഷൻ നൽകുന്ന രീതിയും ഇപ്പോഴും തുടരുന്നു. ഈജിപ്തിൽ അൽ അസറും പൊന്നാനിയിൽ മഖ്ദൂമുമാരും തീർത്ത വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ തുടർച്ചയാണ് ജാമിയ നൂരിയയും സാധ്യമാക്കുന്നത്. സ്പെഷ്യൽ കറസ്പോണ്ടന്റ്